ഇല്ല, കാണാറില്ല. അനു ഉണ്ട്, എനിക്ക് പരിചയമുള്ളവരേ ഉള്ളൂ. അനു ഉണ്ട്, ഷാനു ഉണ്ട്, പരിചയമുള്ളവരൊക്കെ ഉണ്ട്. അനുമോൾക്ക് 14 ലക്ഷം രൂപയ്ക്ക് PR എനിക്ക് ഈ PR പറ്റി തന്നെ അറിയില്ല. നിങ്ങളൊക്കെ ഉള്ളിടത്ത് എന്തിനാ അല്ലേ, നിങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോയില്ലേ? PR പറ്റി അറിയില്ലായിരുന്നു, കോണ്ടന്റിനെ പറ്റി അറിയില്ലായിരുന്നു, സ്ട്രാറ്റജിയെ പറ്റി അറിയാം. ഇതൊന്നും അറിയാണ്ട് അവിടെ വളരെ നിഷ്കളങ്കമായിട്ട് പോയി 100 ദിവസം നിന്നിട്ട് വന്ന ഒരാളായോണ്ട് എനിക്കെന്തോ തരാൻ അനുവിനെ പരിചയമുണ്ടല്ലോ. പരിചയമുണ്ട്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് ആര് കപ്പടിച്ചാലും മതി. വീണ ചേച്ചി ഫൈനൽ 3 പറഞ്ഞു. ഫൈനൽ 3 നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, ഞാൻ കാണുന്നില്ല. ചേച്ചി കാണുന്നുണ്ടെന്നാണ്. അവള് കാണുന്നുണ്ടായിരിക്കും, കാണുന്നവർക്കല്ലേ അല്ലേ, കാണുന്നുണ്ട്. ആഗ്രഹം പറഞ്ഞില്ലേ നമ്മുടെ. ശരി. ചേച്ചിക്ക് ഇനി ഒരു ഇതും കൂടി കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോകും. കുട്ടിയുടെ പേര് നിഖിൽ എന്നാട്ടോ. വെറൈറ്റി അഖിൽ വെറൈറ്റി മീഡിയ. ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് സംസാരിക്കുന്നതാണ്. ഓക്കെ ആണോ? ആണോ? പറ മക്കളെ, എന്താ ചോദിച്ചേ? അവസരം കിട്ടിയാൽ ഇനിയും പോകും. എനിക്കിഷ്ടാ ബിഗ് ബോസിൽ പോകാൻ ഇഷ്ടാ. ചേച്ചിക്കുള്ള സീസണായിരുന്നു കുറച്ചും കൂടി റിപ്പീറ്റ് വാല്യൂ ഉള്ള സീസൺ പറയാറുണ്ട് ആൾക്കാർ. ചേച്ചി മാത്രമല്ല, ആ സീസണിൽ എല്ലാവരും ഭയങ്കര സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആയിരുന്നല്ലോ. അപ്പോൾ ആ സീസണെ കുറിച്ച് പൊതുവെ എല്ലാവരും എടുത്ത് പറയാറുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോഴും ഓരോ ബിഗ് ബോസ് വരുമ്പോഴും ആൾക്കാർ കാണാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. ഈ ബിഗ് ബോസ് വിട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ചോദിച്ചാലോ? നല്ലതായിരിക്കും അല്ലേ? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് ആണ്. ഓക്കെ, ശരി. അപ്പോൾ റിയാസ് ചേച്ചി അനുകരിച്ച് ഒരുപാട് നല്ല നല്ല റീലുകൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഈ സീസണിൽ അങ്ങനത്തെ നല്ല നല്ല റീലുകളൊന്നും പുറത്തു വരുന്നില്ല. അതിന് റിയാസിനെ ഒരുക്കി കൊടുത്തത് ഞാനായിരുന്നല്ലോ എന്ന് പറഞ്ഞ പോലെ, അങ്ങനെ ഒരാളെ ഒരുക്കി കൊടുക്കാൻ മനസ്സുള്ള ഒരാളും കൂടെ വേണം. ഒരാളിൽ നിന്നൊരു സാധനം പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്കും അതിനോടൊരു താല്പര്യം ഉണ്ടാവണം. അങ്ങനെയൊക്കെയാണ് നല്ല കണ്ടന്റ് ഉണ്ടാവുന്ന. അങ്ങനെയൊക്കെയല്ലേ. ശത്രുവൊന്നുമല്ല. എന്തിനാ ശത്രുത? അങ്ങനെയൊന്നുമില്ല. ആശയപരമായിട്ടുള്ള ചില വിയോജിപ്പുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾക്ക് പോസിറ്റീവാണ്, കുറേ കാര്യങ്ങൾക്ക് നെഗറ്റീവാണ്. അഭിപ്രായം എപ്പോഴും നമ്മളുടെ വ്യക്തിപരമായിട്ട് ഉള്ളതായിരിക്കും. എല്ലാവർക്കും ആ അഭിപ്രായം ആവണം. ഈ അനുമോളെ ഇപ്പോൾ എല്ലാവരും കുലശ്രീ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതിനെന്താ ചേച്ചിക്ക് പറയാനുള്ളത്? അനു നല്ല മിടുമിടുക്കിയായ ഒരു പെൺകുട്ടിയാണ്, ജീവിക്കാൻ പഠിച്ച ഒരു പെൺകുട്ടിയാണ്. എങ്ങനെ നിൽക്കണം എന്നുള്ളത് നന്നായിട്ടറിയാം. നിങ്ങൾ ഈ കുലസ്ത്രീ എന്ന് ഉദ്ദേശിക്കുന്നത്, അതിന് മുമ്പ് ഇവള് പോയപ്പോൾ ഇവളെയും കുലസ്ത്രീ എന്ന് പറഞ്ഞിട്ടില്ലേ? നിന്നെ പറഞ്ഞിട്ടില്ലേ കുലസ്ത്രീ എന്ന്? അത് അറിയില്ല, എനിക്ക് അങ്ങനെയൊക്കെ അറിയുള്ളൂ. ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കുലസ്ത്രീക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡെഫിനേഷൻ എന്താണെന്ന് സത്യമായിട്ട് എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് അതിൽ ഭയങ്കര പ്രൗഡാണ് കേട്ടോ. കുടുംബം, വീടും ഇതൊക്കെ നോക്കുന്നവരെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ അവള് പോയി. അങ്ങനെ നല്ല കുലം ചീത്ത കുലം, എല്ലാവരുടെ കുലവും നല്ലത് തന്നെയാണ്. ഒരു കുലത്തിലായിരിക്കുമല്ലോ എല്ലാവരും ജനിച്ചത്. അത്രേ ഉള്ളൂ.